ഹലോ ഡിയേഴ്സ്, അപ്പോൾ ഇന്നും എനിക്ക് ടോട്ടൽ 2 വർക്കാണുള്ളത്. ഒന്നാമത്തെ ലൊക്കേഷൻ വരുന്നത് മുഖത്തലയാണ്. ബ്രൈഡിന്റെ പേര് അർച്ചന. പകുതി വഴിയിലെത്തിയപ്പോഴത്തേക്ക് ഗൂഗിൾ മാപ്പ് ചതിച്ചുകൊണ്ട് ബ്രൈഡിന്റെ അച്ഛനായിരുന്നു നമ്മളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് എന്റെ ഫസ്റ്റ് ബ്രൈഡ് അർച്ചന. ആളൊരു സെമി ബ്രൈഡൽ ഡിസൈൻ ആയിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രൈഡിന്റെ ഗ്രൂമിന്റെ ഫസ്റ്റ് ലെറ്റർ വെച്ചൊരു ലോഗോ ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഫ്രണ്ട് ഹാൻഡിന്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഹാൻഡിൽ ഫില്ലായിട്ട് ഇരിക്കുന്ന ഒരു ഡിസൈൻ ആയിരുന്നു ആൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ്. അടുത്ത ലൊക്കേഷൻ വരുന്നത് കായംകുളത്താണ്. ബ്രൈഡിന്റെ പേര് വർഷ. അങ്ങനെ നമ്മൾ ബ്രൈഡിന്റെ വീട്ടിലെത്തി. ആളും ഒരു സെമി ബ്രൈഡൽ ഡിസൈൻ ആയിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതാണ് എന്റെ ബ്രൈഡ് വർഷ. എന്റെ ഇന്നത്തെ 2 ബ്രൈഡ്സ് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷന്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഫെബ്രുവരി 5 നമ്മൾ ഈ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമുക്ക് ഫെബ്രുവരി 6 വേണ്ടിയിട്ട് എൻക്വയറീസ് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഫെബ്രുവരി 6 ഓൾറെഡി നമുക്ക് 2 വർക്ക് ഉള്ളതുകൊണ്ടും പിന്നെ തിരക്കുള്ള ദിവസം ആയതുകൊണ്ട് നമ്മൾ എൻക്വയറീസ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. നിങ്ങൾ ബ്രൈഡ് ടു ബീസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ മേക്കപ്പ് ബുക്ക് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ മെഹന്തി നേരത്തെ തന്നെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ബാക്ക് ഹാൻഡിൽ ഇങ്ങനെ ഒരു ഡിസൈൻ ആണ് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വർക്ക് ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.